ഇംഗ്ലണ്ട് പര്യടനത്തിലെ രണ്ടാം അനൗദ്യോഗിക ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ലയൺസിനെതിരെ ഇന്ത്യ സമനിലയിൽ പിരിഞ്ഞു. ആവേശകരമായ മത്സരത്തിൽ ഓൾറൗണ്ടർ തനുഷ് കോട്ടിയാനും പേസർ അൻഷുൽ കാംബോജും അവസാന ദിവസത്തെ ശ്രദ്ധേയ താരങ്ങളായി. ഇന്ത്യ തങ്ങളുടെ രണ്ടാം ഇന്നിംഗ്സ് 7 വിക്കറ്റിന് 417 റൺസിന് ഡിക്ലെയർ ചെയ്തതോടെ ഇംഗ്ലണ്ട് ലയൺസിന് 439 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം ലഭിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലയൺസ് 11 ഓവറിൽ 3 വിക്കറ്റിന് 32 റൺസ് എന്ന നിലയിൽ നിൽക്കെ മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. തനുഷ് കോട്ടിയാൻ 108 പന്തിൽ 90 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. 10 ബൗണ്ടറികളടങ്ങിയ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് ബാറ്റിംഗിലെ അദ്ദേഹത്തിന്റെ വർദ്ധിച്ചുവരുന്ന കഴിവുകൾ എടുത്തുകാണിച്ചു. അദ്ദേഹത്തോടൊപ്പം അൻഷുൽ കാംബോജ് 51 റൺസെടുത്ത് മികച്ച പിന്തുണ നൽകി. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള വിക്കറ്റ് നഷ്ടമില്ലാത്ത സെഷനിൽ ഈ ജോഡി 8ാം വിക്കറ്റിൽ 149 റൺസ് കൂട്ടിച്ചേർത്തു. ഈ കൂട്ടുകെട്ട് ഫലപ്രദമായി ഇംഗ്ലണ്ട് ലയൺസിനെ മത്സരത്തിൽ നിന്ന് പുറത്താക്കി. നേരത്തെ 3ാം ദിവസം ഓപ്പണർമാരായ കെ.എൽ. രാഹുലും അഭിമന്യു ഈശ്വരനും ശക്തമായ തുടക്കം നൽകി. ഈശ്വരൻ 80 റൺസെടുത്ത് സെഞ്ചുറി നഷ്ടപ്പെടുത്തി. രാഹുൽ തന്റെ മികച്ച ഫോം തുടരുന്നതിനൊപ്പം ആദ്യ ഇന്നിംഗ്സിലെ മികച്ച പ്രകടനത്തിന് ശേഷം 51 റൺസും നേടി. നിതീഷ് കുമാർ റെഡ്ഡി 42 റൺസ് നേടി ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനത്തിന് കരുത്തു പകർന്നു. ബൌളിംഗ് വിഭാഗത്തിൽ ഖലീൽ അഹമ്മദ് ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് വീഴ്ത്തി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. അൻഷുൽ കാംബോജ് തന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനത്തിന് ശേഷം ബൌളിംഗിലും തിളങ്ങി. അവസാന ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ലയൺസിന്റെ 3 വിക്കറ്റുകളിൽ 2 അദ്ദേഹം വീഴ്ത്തി. ഇതോടെ മത്സരത്തിൽ 4 വിക്കറ്റുകളും അദ്ദേഹം നേടി. 2 മത്സരങ്ങളടങ്ങിയ പരമ്പര 0-0 എന്ന നിലയിൽ അവസാനിച്ചു. സ്കോർ ചുരുക്കത്തിൽ ഇന്ത്യ 348 92 ഓവറിൽ 7 വിക്കറ്റിന് 417 ഡിക്ലെയർ ചെയ്തു. കെ.എൽ. രാഹുൽ 51, അഭിമന്യു ഈശ്വരൻ 80, നിതീഷ് കുമാർ റെഡ്ഡി 42, തനുഷ് കോട്ടിയാൻ 90, അൻഷുൽ കാംബോജ് 51, ജോർജ് ഹിൽ 3 വിക്കറ്റ്. ഇംഗ്ലണ്ട് ലയൺസ് 327 11 ഓവറിൽ 3 വിക്കറ്റിന് 32, അൻഷുൽ കാംബോജ് 2 വിക്കറ്റ്.